അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. സോഷ്യൽ മീഡിയയിലെ റീച്ച് എന്ന ലഹരി കാരണം ഒരു വ്യക്തിക്ക് എത്രത്തോളം താഴാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വിമർശനമാണ് ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും രേണുസുധിയെക്കുറിച്ച് പറയുന്നത്. രേണുസുധി ഇത്തരത്തിൽ വിവാദപരമായ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നത് മനഃപൂർവ്വമാണെന്നും ഇതിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി പോലും അവർക്കൊരു ബിസിനസ് തന്ത്രമാണെന്നും ഇപ്പോൾ ആളുകൾ വാദിക്കുന്നു. ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോമിൻ്റെ വ്യക്തമായ ദുരുപയോഗമാണ് ഇവിടെ രേണുസുധി നടത്തുന്നത്. അതായത് സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾക്ക് നൽകുന്ന മുൻഗണനയും അവിടെയുള്ള വസ്ത്രദാന രീതിയും മറ്റും പ്രശസ്തിക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്നും ഇത് സമൂഹത്തിൻ്റെ നിലവാരത്തെ ചോദ്യം ചെയ്യുന്നതുമാണ്. ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ അവരുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളെയും എങ്ങനെ ബാധിക്കുന്നുവെന്നത് അതീവ ഗൗരവകരമായ കാര്യമാണെന്നും പ്രശസ്തിക്ക് വേണ്ടി സ്വന്തം അന്തസ്സ് പണയം വെക്കരുതെന്നും ഇപ്പോൾ ആളുകൾ രേണുസുധിയോട് സോഷ്യൽ മീഡിയ വഴി പറയുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തികളെ ന്യായീകരിക്കുന്നവർ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണെന്നും അവർക്ക് വിവരക്കേടോ അല്ലെങ്കിൽ കണ്ണടച്ചുള്ള പിന്തുണയോ മാത്രമാണ് ഉള്ളത്. ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്തും കാണിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാം എന്ന ചിന്താഗതിക്കെതിരെയുള്ള ഒരു സാമൂഹിക വിമർശനമാണ് ഇപ്പോൾ ആളുകൾ രേണുസുധിക്കെതിരെ പറയുന്നത്. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.